ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 18 റിവ്യൂ. ഫസ്റ്റ് തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മോർണിംഗ് സോങ് ആണ്. കാക്കാമലയിലെ കായ്ക്കാമരത്തിലെ കാറ്റിൻ തിന്നലോ പെണ്ണേ നീ എന്നുള്ള പാട്ടായിരുന്നു. നമ്മുടെ മല്ലു സിംഗിലെ പാട്ടായിരുന്നു മോർണിംഗ് സോങ് ആയി ഇട്ട് കൊടുത്തത്. അതിനുശേഷം കാണിക്കുന്നത് സാധാരണ എല്ലാവരും വർക്ക് ചെയ്തില്ല, ക്ലീൻ ചെയ്തില്ല എന്നതിനാണ് വഴക്കുണ്ടാവുക. പക്ഷേ ഇന്ന് മോർണിംഗ് ഉണ്ടായ വഴക്ക് ക്ലീൻ ചെയ്തു എന്നതിനാണ് ഇന്ന് മോർണിംഗ് തന്നെ ഒരു വഴക്കുണ്ടായത്. അതായത് ഷാനവാസ് അനീഷിൻ്റെ ടീമാണ്, അവരെല്ലാം വാഷ്റൂം ടീം. ഷാനവാസ് ഒരു വർക്കും ചെയ്യാറില്ല. പക്ഷേ ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒറ്റയ്ക്ക് എല്ലാ വർക്കും ചെയ്തു തീർത്തു. ഇനി മുതൽ അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല എന്നായിരുന്നു അനീഷുമായിട്ടുള്ള വഴക്ക്. അപ്പം ആര്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ വന്ന് ഷാനവാസിനോടും സരികയോടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും ഫ്രഷായി കാണുമല്ലോ, അത് കരുതിയിട്ടാണ് രാത്രി എല്ലാവരും കിടന്നതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചത് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അക്ബർ മറ്റേ പാരഡി ആണോ അതോ നമ്മുടെ ശാരികനെ ഊക്കിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പാടുന്നതാണ്. മൈക്കായിട്ട് യൂസ് ചെയ്തത് എന്തുവാ, കാലിലിടുന്ന ചെരുപ്പ്. അതായത് ബാത്റൂമിൽ പോകുമ്പോൾ അല്ലാതെ നടക്കുമ്പോഴൊക്കെ ഈ കാലിലിടുന്ന ചെരുപ്പാണ് എടുത്ത് മൈക്കായി പിടിച്ചിട്ട് പാടുന്നത്. ഹൈജീനാണ് ഇവിടെ ഇന്ന് മെയിനായിട്ട് സംഭവിച്ചത്. പക്ഷേ അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പ്ലസ്സിൽ അതാണ് ഇന്ന് മെയിൻ കണ്ടന്റ് ആയിട്ട്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാം. പ്ലസ്സിലത്തെ സംഭവങ്ങളും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് പ്ലസ്സിൽ ഉണ്ടായിരുന്നത് മോർണിംഗ് ടാസ്ക് ആണ്. മോർണിംഗ് ടാസ്കിനെ കുറിച്ചുള്ള അടുത്തടുത്തായിട്ട് വന്നുകൊണ്ടിരുന്നത്. മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹൈജീൻ. ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉള്ള ആളും ഏറ്റവും കുറവ് ഹൈജീൻ ഉള്ള ആളിനെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഒരു സമ്മാനം ഉണ്ട് എന്നായിരുന്നു മോർണിംഗ് ടാസ്ക്. അതിൽ ഫസ്റ്റ് തന്നെ അനീഷ് വന്നിട്ട് ഹൈജീൻ ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞത് ഷാനവാസിനെയാണ്, ഒരു മാക്രിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഹൈജീൻ ഉള്ള ആളായിട്ട് കണക്കാക്കിയത് നമ്മുടെ ബിന്നിനെയാണ്. അടുത്തത് ശരത്ത് വന്നിട്ട് അക്ബറാണ്. എഴുന്നേറ്റ ബെഡ്ഷീറ്റ് പോലും മടക്കില്ല, അതുകൊണ്ട് അവനക്ക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞു. ഹൈജീൻ ഉള്ളത് ഡോക്ടർ ബിന്നിന് തന്നെയാണ് പറഞ്ഞത്. അടുത്തത് അഭിലാഷ് വന്നിട്ട് പറഞ്ഞു ശൈത്യക്ക് ഹൈജീൻ ഉണ്ട്. ഹൈജീൻ ഇല്ലാത്തത് നമ്മുടെ രേണുസുതിക്കാണ്. രേണുസുതി കിടന്ന ബെഡ്ഷീറ്റ് പോലും ഒന്നും മടക്കി വെക്കില്ല, എപ്പോഴും കിടത്തണം, അതുകൊണ്ട് എപ്പോഴും മെസ്സിയായി കിടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അബി പറഞ്ഞത്. അടുത്തത് ശാരിക പറഞ്ഞത് രന ഫാത്തിമനെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിച്ചണിൽ കയറി വന്നിട്ട് കൈ കഴുകാതെ അവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്തായാലും എല്ലാം ഒന്ന് നക്കി എടുത്തൊക്കെ നോക്കിയിട്ട് പോകും, ഹാൻഡ് ഒന്നും വാഷ് ചെയ്യുക പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വൃത്തി ബിന്നിനെയാണ് പറഞ്ഞത്. അടുത്തത് വന്നത് ഷാനവാസ് പറഞ്ഞത് രനനെ തന്നെയാണ്. കിച്ചണിൽ അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മുടെ ശാരിക പറഞ്ഞല്ലോ, സെയിം തന്നെയാണ് ഷാനവാസും പറഞ്ഞത്. അടുത്തത് ഹൈജീൻ ഉള്ള ആളായിട്ട് പറഞ്ഞത് അനീഷിനെയാണ് ഷാനവാസ്. അടുത്തത് ശൈത്യ പറഞ്ഞത് ജിസേലിനെയാണ്. ജിസേലിന് ഹൈജീൻ ഇല്ല, കാരണം ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കിയ സ്ഥലം അങ്ങനെ ഇട്ട് വെച്ചിട്ട് പോവും, അതൊന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല. അത് ക്ലീൻ ചെയ്യുന്നത് അവർ തന്നെയാണ്, അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലാതെ വെസൽ ടീമല്ല. അപ്പോൾ ഹൈജീൻ ഒട്ടും ഇല്ലാത്തത് ജിസേലിനാണ്, ഹൈജീൻ ഉള്ളത് അനീഷിനാണ് എന്ന് പറഞ്ഞു. അടുത്തത് ആദില ആൻഡ് നൂറേന് അവർ രന ഫാത്തിമനെ തന്നെയാണ് ഹൈജീൻ ഇല്ലയെന്ന്. ഹൈജീൻ ഉള്ളതായിട്ട് പറഞ്ഞത് അനീഷിനെയാണ്. അടുത്തത് ബിന്നി അനീഷിനെയാണ് ഹൈജീൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അനീഷിനെ പറഞ്ഞത്. പിന്നെ ഹൈജീൻ ഉള്ളത് അനുവിനെയാണ്. അനുവിൻ്റെ ഹൈജീനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹൈജീൻ ഉണ്ട് എന്ന് പറയുന്നു, നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. അടുത്ത ശാരിക വന്നിട്ട് അനീഷിന് ഹൈജീൻ ഇല്ല, ഹൈജീൻ അനുവിനെയാണ് പറയുന്നത്. പിന്നെ അക്ബറാണ്. അക്ബർ വന്നിട്ട് ആര്യന് ഹൈജീൻ ഇല്ല, ബിന്നിക്കാണ് ഹൈജീൻ എന്ന് പറയുന്നത്. അടുത്തത് രേണുസുതി വന്നിട്ട് അനീഷിന് ഹൈജീൻ ഇല്ല, അബിക്കാണ് ഹൈജീൻ. അബിൻ്റെ ചെരുപ്പ് ഒരു കാലാണ് ആദ്യം നോക്കുക എല്ലാവരും ഹൈജീൻ്റെ കാര്യത്തിൽ, അപ്പോൾ അതൊക്കെ ക്ലീൻ ആണ് എന്നുള്ള രീതിയിൽ രേണുസുതി പറഞ്ഞു. അടുത്തത് നിവീൻ വന്നിട്ട് അക്ബറിന് ഹൈജീൻ ഇല്ല, ഹൈജീൻ ഉള്ളത് ബിന്നിക്കാണ് എന്നാണ് പറയുന്നത്. അടുത്തതായി രന ഫാത്തിമ പറഞ്ഞത് ആദില അന്നൂറൊക്കെ ഹൈജീൻ ഇല്ല, കാരണം ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ദോശ കഴിക്കുമ്പോൾ അതിൽ നിന്ന് മുടി കിട്ടി, അത് ചെറിയ മുടിയായിരുന്നു, അപ്പോൾ അത് അവരുടെയാണ്, അപ്പോൾ അവർക്ക് ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് കിട്ടിയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഹൈജീൻ ഉള്ള ആൾ പറഞ്ഞത് ബിന്നിനെയാണ്. ഓനിയൽ പറഞ്ഞത് ബിന്നിക്ക് ഹൈജീൻ ഇല്ല, വെസൽ ടീം കറക്റ്റായി ക്ലീൻ ആക്കാതെ കൊണ്ടാണ് അവിടെ ഉറുമ്പും കാര്യങ്ങളൊക്കെ കിച്ചണിൽ വരുന്നത്, അത് നോക്കേണ്ട ബിന്നിയാണ്, അതുകൊണ്ട് അവൾക്ക് ഹൈജീൻ ഇല്ല എന്നുള്ള പേര് പറഞ്ഞു. പിന്നെ അനുവിനെയാണ് പറഞ്ഞത് ഹൈജീൻ ഉള്ളത്, ഭയങ്കര ക്ലീൻ ആക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും, ഒരു ക്ലീനിങ് സെക്ഷൻ ഭയങ്കര
സെറ്റാണ് അനുവിൻ്റെ എന്നുള്ള പറഞ്ഞത്. ജിസേൽ വന്നിട്ട് രേണുവിനെയാണ് പറഞ്ഞത് എപ്പോൾ ഹൈജീൻ ഇല്ലാത്തത്, എപ്പോഴും കിടപ്പാണ്, അപ്പോൾ ബെഡ്ഷീറ്റും ബെഡൊക്കെ അങ്ങനെ തന്നെ അലങ്കോലമായി കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ ജിസേൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈജീൻ ഉള്ളതായിട്ട് ബിന്നിനെയാണ് പറഞ്ഞത്. പിന്നെ ആര്യൻ വന്നു, ആര്യൻ വന്നിട്ട് നിവീനെയാണ് പറഞ്ഞത്. ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ സ്മെല്ലുണ്ടല്ലോ അത് കൂടുതൽ നിവീൻ എന്നാണ് വരുന്നത്. അതുകൊണ്ട് അവൻ അപ്പം എല്ലാവരും ഹഗ് ചെയ്ത് നടക്കുകയാണ്, അവനിക്ക് ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഹൈജീൻ ഉള്ളതായിട്ട് പറഞ്ഞത് അതില ന്യൂറനെയാണ്. പിന്നെ വന്ന് അനുമോളാണ്. അനുമോൾ വന്നിട്ട് പറഞ്ഞത് രേണുസുധിനെയാണ്. രേണുസുധിനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് നടക്കുകയാണ്, പെയിനൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം, എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് പുള്ളിക്കാരി കുളിക്കുന്നില്ല, അപ്പോൾ നല്ല വൃത്തികേടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഹൈജീൻ ഉള്ളതായിട്ട് ബിന്നിനെ തന്നെയാണ് അനുമോള് പറഞ്ഞത്. അനുമോള് പറഞ്ഞത് എന്താ ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് ശേഷം ആണ് മറ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഹൈജീൻ കൂടുതലുള്ള ആൾ ബിന്നിയും ഹൈജീൻ കുറവുള്ള ആളായിട്ട് 3 പേരെയാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ അനീഷ് രേണുവിനൊക്കെ അവർക്ക് കീപ് ടപ്പ് എന്നുള്ള ചോക്ലേറ്റ് ബിന്നിക്കും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതിനുള്ള ചോക്ലേറ്റ് മറ്റുള്ളവർക്കും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രേണു പോകുന്നുണ്ട്. അനുമോളും അതിലെ നൂറയൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേണു അനുവിനോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറഞ്ഞത്, ഇത് എന്നോട് പേഴ്സണലായി പറഞ്ഞൂടെ, അങ്ങനെ പബ്ലിക്കായി പറഞ്ഞത് എനിക്ക് ഭയങ്കര മോശമായി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സ്റ്റൻഷൻ വെച്ചാലും അത് അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ല എന്നാലും നീ അതെനിക്ക് പേഴ്സണലായി പറയായിരുന്നു, ഇങ്ങനെ ഒരു മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ പറയണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് നിന്ന് പറയുന്നുണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് വരേണ്ടത് കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ അനു അല്ല രേണു പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വരേണ്ട രീതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റ്, പക്ഷേ വോട്ട് ചെയ്യാനും ഞാൻ നോമിനേഷനിലെത്തി എന്നുള്ളതിൻ്റെ ഒക്കെ പേരിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടി, പക്ഷേ തലയൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല എന്നാണ് നമ്മുടെ രേണു പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്യൂ വെച്ചിട്ടാണ് നമ്മുടെ പ്ലസ് പോയത് ഇന്നലെ. പിന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിനുശേഷം പിന്നെ എപ്പിസോഡിൽ പിന്നെ കാണിക്കുന്നത് അനുമോൾ കുക്ക് ചെയ്യുന്നതാണ്. അനുമോൾ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അനുമോൾക്ക് ഈ ഇതിൽ എത്തില്ല, ഗ്യാസിലേക്ക് എത്തത്തില്ല പാത്രത്തിൽ വെച്ച് ഇളക്കാൻ. അപ്പോൾ ഇതിനു മുമ്പും കാണിച്ചിരുന്നു അനുമോൾ ആ പാചകം ആ കുക്ക് ചെയ്യണ ആ ഏരിയയിൽ അതിൽ കയറി ഇരുന്ന് ഇങ്ങനെ ഇട്ട് ഇളക്കണത് ഇതിന് മുമ്പത്തെ എപ്പിസോഡിലും കാണിച്ചായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിലും കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കയറി. അപ്പോൾ അപ്പുറത്തുനിന്ന് അക്ബർ പറയുന്നുണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട്, ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ഇരുന്ന് കാണിക്കുന്നത് എന്താ അവിടെ കയറി ഇരുന്നിട്ടാണോ കുക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഭയങ്കര വഴക്കാകുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അനുമോളിനെ സംബന്ധിച്ചിടത്തോളം അനുമോൾ കുക്ക് ചെയ്യുന്നത് അനുമോൾ ചെയ്താൽ മതി, വേറെ ആരും എന്നെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ പൊക്കമില്ലാത്ത ഒരാളാണെങ്കിൽ പൊക്കമുള്ള ഒരാളിനെ വിളിച്ചിട്ട് ഒന്ന് ഇളക്കി തരാനൊക്കെ പറഞ്ഞാൽ മതി. അത് അനുമോൾ അതല്ല ചെയ്യണത്, ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് ഇളക്കണത്. അപ്പം ആര്യം പറയുന്നുണ്ട് ഇന്ന് അവൾ അങ്ങനെ ചെയ്തു, അപ്പം നാളെ ഇനി എത്തുന്നവന്നിട്ട് അവൾ എണീച്ച് നിന്ന് ചെയ്യില്ലേ, എണീച്ച് നിന്ന് അതിൻ്റെ മേലെ നിന്ന് ഉദാഹരണം കാണിച്ച അപ്പോഴും ആര്യൻ അവിടെ ചെയ്യുന്നത് തെറ്റല്ലേ, കയറി നിന്നിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അപ്പത്തിനും പെട്ടെന്ന് നമ്മുടെ അനുവിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മുടെ അക്ബറിനോട് അനു പറയണേ ഒരു ടോയ്ലറ്റിൽ പോയ ഇവിടുത്തെ ആണുങ്ങൾ ആരും വെള്ളം പോലും ഒഴിക്കണില്ല, എന്നിട്ടാണ് എന്നോട് ഈ വൃത്തിയുടെ കാര്യം വന്ന് പറയണേ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യണം. അപ്പം തന്നെ അക്ബർ പിന്നാലെ പോകണം, എടി 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 നീ കണ്ടോ നീ ആരെയാണ് പറയണത് എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിനെ തുടർന്ന് ഇഷ്യൂ ആയി. അപ്പോഴത്തേനും നമ്മുടെ സരിക ചേച്ചി വന്നു, നീ അങ്ങനെ പറയരുത്, ആണുങ്ങൾ അങ്ങനെ പറയരുത്. അപ്പം പിന്നെ അവർ തിരിച്ച് പറയുന്നത് കേൾക്കേണ്ടി വരും, അവർ പലതും ഇവിടെ വിളിച്ച് പറയും എന്നുള്ള രീതിയിലൊക്കെ സരിക പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിച്ചത് പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ചലഞ്ചാണ്, അതായത് ത്യാഗമാണ്. ബിഗ് ബോസ് ഒരു കാര്യം പറയും, അത് ത്യാഗം ചെയ്യണം എന്നുള്ളതായിരുന്നു ടാസ്ക്. 2 ടാസ്ക്കായിട്ടാണ് നടന്നത്. ഫസ്റ്റ് നടന്ന ടാസ്കിൽ ആരാ പോകേണ്ടത് എന്ന് അവർ ലോട്ടിട്ട് നോക്കിയപ്പോൾ അതില അഞ്ഞൂറനെയാണ് കണ്ടത്. അപ്പോൾ 700 പോയിന്റിൻ്റെ ടാസ്ക് ആയിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ വരുമല്ലോ, ഫാമിലി റൗണ്ട് വരുമ്പോൾ ആരിനെയൊക്കെ വരണം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ച സമയത്ത് അതില അഞ്ഞൂറ് പറഞ്ഞത് രന ഫാത്തിമൻ്റെ, അപ്പാനി ശരത്തിൻ്റെ, രേണുസുധിൻ്റെ, ഇവർ 3 പേരുടെ ഫാമിലിയെ കാണാനാണ് എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അവരാണ് ഫാമിലിയെ കാണണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനാണ്. അപ്പം ആ ഫാമിലി ടാസ്ക് വരുമ്പോൾ ഇവരെ ആരും
വരില്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ത്യാഗം എന്ന് പറഞ്ഞു. അതിലഞ്ഞൂറ് പറഞ്ഞു ഒരു കുറച്ച് നന്മമരം കളിക്കാൻ ശ്രമിച്ചാണ്. ഈ ഫാമിലി ടാസ്ക് ഒക്കെ നമ്മുടെ ബിഗ് ബോസിന്റെ അവസാന ഭാഗമാണ് വരത്തുള്ളൂ. അപ്പം അതിലഞ്ഞൂറ് പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡും ഡ്രസ്സും ഒക്കെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഫാമിലീനെ എല്ലാവർക്കും കാണണം, എല്ലാവരുടെ ഫാമിലിയും വരുമ്പോൾ അവരുടെ ഫാമിലി മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹൗസ്മേറ്റ്സിനോട് പോയി സംസാരിക്കും, എന്നിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. ഹൗസ്മേറ്റ്സും വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ലാപ്പൊക്കെ ചെയ്ത് അവരെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ശരി, അപ്പം അത് വേണ്ട, ഞങ്ങൾക്ക് 750 പോയിന്റ് വേണ്ട, അടുത്ത പോയിന്റ് എന്താണോ അതിൽ പിടിക്കാം എന്ന് പറഞ്ഞു. അടുത്ത് വീണ്ടും ബിഗ് ബോസിൻ്റെ കാണിക്കുന്നത് സെക്കൻഡ് ചലഞ്ച്, അതായത് രണ്ടാമത്തെ ത്യാഗം ചെയ്യേണ്ടതാണ്. അത് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയി. അതായത് മുമ്പത്തെ ടാസ്കിൽ നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയി. കാരണം 14ാമത്തെ വീക്കിലാണ് ഫാമിലി ടാസ്ക് ഒക്കെ വരുള്ളൂ. ആ സമയം ഇവിടെ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ബുദ്ധിപരമായി തീരുമാനിക്കാണ്ട് വൈകാരികപരമായി തീരുമാനമായിരുന്നു അത് ഭയങ്കരമായിട്ട് റോങ് ആണ്. കാരണം ഇനി 4ാമത്തെ ടാസ്ക് വരുമ്പോൾ അത് എത്രത്തോളം ടഫാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്ത ടാസ്ക് പറഞ്ഞത് 4ാമത്തെ ടാസ്ക്. എന്നിട്ട് അടുത്തതായി പറഞ്ഞത് ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ടാസ്ക് വരുന്നത് 1000 പോയിന്റിൻ്റെ ടാസ്ക്കാണ്. അത് വളരെ ധൈര്യവും എന്തും ചെയ്യാൻ റെഡിയാണ് എന്ന് തീരുമാനമുള്ള ആളുകളെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് വിടുക. കാരണം ത്യാഗമാണ്, അവിടെ എന്തും വരും എന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചത് ജിസേൽ, ആര്യൻ, അനീഷിനെയാണ്. പക്ഷേ എല്ലാവരും ഈ ആര്യൻ അവരെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അഭി വന്ന് സെലക്ട് ചെയ്തത് രേണു സുധി, ശാരിക, രന, അവർ മൂന്നും. അതിന് ഈ ആര്യനിരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താണ് ബ്രോ പറഞ്ഞിട്ട് ഞാൻ എന്തൊരു ഗെയിം വന്നാലും ഇവരെയാണ് എല്ലാവരും സെലക്ട് ചെയ്യണത്, ബാക്കിയുള്ളവരൊന്നും ഗെയിം കളിക്കാനല്ലേ വന്നത്, ഇവർ ഭയങ്കര ധൈര്യമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ഉടക്ക് കഴിഞ്ഞിട്ടാണ് കയറി പോണത്. അപ്പം തന്നെ അഭിയും അവനുമായിട്ട് ഒരു ഉടക്ക് കഴിഞ്ഞായിരുന്നു, ആര്യനുമായിട്ട് അവരിനെ പറഞ്ഞതിന്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ പോയി ഫസ്റ്റ് കാർഡ് അനീഷാണ് എടുത്തത്. അനീഷിന് എടുത്ത കാർഡിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം മുതൽ നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല, ബിഗ് ബോസ് സീസൺ 7 കഴിയുന്നത് വരെ ഇപ്പോൾ ഈ സമയം മുതൽ എന്നതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകം ഉണ്ടായിരുന്നു. അതോടെ അനീഷ് സിബിട്ടു. പിന്നെ മിണ്ടിയിട്ടില്ല അനീഷ് അവിടെ. അടുത്തത് വന്ന് ആര്യനാണ്. ആര്യന് മറ്റേ ഇതെടുത്ത് വായിക്കാൻ ആര്യന് മലയാളം അറിയില്ല. മലയാളം അറിയാത്തതുകൊണ്ട് ഈ അനീഷിനോട് പറയുന്നുണ്ട് ബ്രോ എനിക്കിതൊന്നും വായിച്ചോ, എനിക്ക് പറ്റും. അനീഷ് മിണ്ടാതെ എന്ന് മാത്രം, ആക്ഷൻ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് വരെ വിളിച്ചു പറഞ്ഞു അനീഷ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ സംസാരിക്കില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ വായി തുറക്കില്ല, ആക്ഷൻ മാത്രമാണ്. എന്നിട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു ഹൗസിലുള്ള ആൾ, അപ്പോൾ ഹൗസ് മേറ്റ്സൊക്കെ ഇപ്പുറത്തിരുന്ന് ചിരിക്കണ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞു ആരെങ്കിലും ഒരാൾ വന്ന് ഇതൊന്ന് വായിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചു. ആര്യനുണ്ടായിരുന്നത് ചെറിയൊരു ടാസ്ക്കാണ്, ജ്യൂസ് കുടിച്ച് തീർക്കുക, അത്രേ ഉള്ളൂ. സാധാ ജ്യൂസായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിസേലിൻ്റെ അതാണ്. അപ്പം അപ്പാനിശരത്താണ് വായിക്കാൻ വന്നത്. വായിക്കാൻ വന്നിട്ട് അപ്പാനിശരത്ത് ഇങ്ങനെ വായിച്ചിട്ട് മനസ്സിൽ വായിച്ചിട്ട് ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ജിസേലിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി മുട്ടയടിക്കണം എന്നായിരുന്നു ജിസേലിന് കിട്ടിയ ടാസ്ക്. അപ്പോൾ അവിടെ തുടങ്ങി പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ജിസേൽ മുട്ടയടിക്കണ്ട, 1000 പോയിന്റിന് വേണ്ടി ജിസേൽ. അപ്പോൾ പിന്നെ ആര്യൻ മുട്ടയടിക്കും എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഞാൻ മുട്ടയടിക്കും, വെറും 1000 പോയിന്റിന് വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് സീസൺ 7 കഴിയണ വരെ ഞാൻ മുട്ടയായിട്ട് തന്നെ എൻ്റെ ഗ്ലാമർ എന്താവും, എൻ്റെ രൺബീർ കപൂറിൻ്റെ ലുക്ക് എന്താവും എന്നുള്ള രീതിയിലൊക്കെ ആയി. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് പറഞ്ഞാൽ അനീഷ് ഏറ്റെടുക്കും. അനീഷ് മിണ്ടടില്ല. അനീഷ് എൻ്റെ ടാസ്ക് ഇതാണ്, ഞാനിത്, നിങ്ങൾ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കണം അവിടെ. എന്നിട്ട് അപ്പോഴത്തേനും ഇവിടെ ഹൗസ് മേറ്റ്സിനെ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര വയലൻ്റ് ആവാൻ തുടങ്ങി. അഭിലാഷൊക്കെ പറയുന്നുണ്ട് നിങ്ങളല്ലേ സെലക്ട് ചെയ്ത് വിട്ടത്, ഞാൻ റെഡിയാണ് മുട്ട അടിക്കാൻ. അല്ലെങ്കിൽ അപ്പുറത്തെ രന ഫാത്തിമ പറയുന്നുണ്ട് ബാക്കി ഹൗസ് മേറ്റ്സ് എല്ലാം ഞങ്ങൾ റെഡി ആയിരുന്നു, നിങ്ങൾ എന്തൊരു ടാസ്ക് പറഞ്ഞാലും അവരെ തന്നെ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെലക്ട് ചെയ്തവരിനൊക്കെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പുറമൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ റെഡിയാണ് മുട്ട അടിക്കാൻ. അപ്പാനി പറഞ്ഞിട്ട് ഞാനും റെഡിയാണ്. ഇത്രയും മുടിയിലെ നിവീൻ പറയുന്നുണ്ട് ഒരു ടാസ്കിന് വേണ്ടി മുട്ട അടിക്കാൻ ഞാൻ റെഡിയാണ്, എന്നെ ആരും വിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ. ഫസ്റ്റ് തന്നെ ഈ ടാസ്ക് പറഞ്ഞത് എണീച്ച് നിന്നത് നിവീനാണ് കേട്ടോ, എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവർ സെലക്ട് ചെയ്തത് അത് എന്തുകൊണ്ട് ഇവർക്ക് 3 പേർക്ക് മാത്രം എല്ലാവരും ചാൻസ് കൊടുക്കണമെന്ന് അറിയില്ല. അതെന്തായാലും നമ്മുടെ ലാലേട്ടൻ വീക്ക്ലി
വരുമ്പോൾ ചോദിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച്. എന്നിട്ട് പിന്നെ ആര്യം പറയുന്നുണ്ട് ജിസേൽ മൊട്ടടിക്കണ്ട, അതൊരു പെണ്ണാണ്. എന്നിട്ട് അനീഷിനോട് ആര്യം പറയണ് നിങ്ങൾക്കൊരു മനസ്സാക്ഷിയില്ലേ, ഇതില്ലേ അതില്ലേ, ഒരു പെണ്ണിനോടാണ് മൊട്ട. അപ്പം ഈ ആര്യനല്ലേ ഇവിടെ നിൽക്കുന്നത്, അപ്പം ആര്യന് മനസ്സാക്ഷിയില്ലേ, ആര്യനെ അടിച്ചൂടെ മൊട്ട, അവനെ പോയി നിർബന്ധിക്കണം എന്തിനാ, ഇത്രയും പറയണത്. ശരി ഞാൻ അടിക്കാം. അപ്പം ആര്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇതിൽ കാസ്റ്റിൽ അച്ഛൻ മരിച്ചാലാണ് മൊട്ട അടിക്കുള്ളൂ, അപ്പം ഞാൻ മൊട്ട അടിച്ചാൽ അതെൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര അതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ അടുത്തത് മാറ്റുന്നുണ്ട്, ഇത്ര ഒരു 1000 പോയിന്റിന് വേണ്ടിയിട്ട് മൊട്ട അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കുറച്ചുകൂടെ കൂടുതൽ പോയിന്റ് തരികയാണെങ്കിൽ ഞാൻ മൊട്ട അടിക്കായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞത് പോയോ കാസ്റ്റും അച്ഛനും ഒക്കെ, അപ്പം അത് കുഴപ്പമില്ല. ഇങ്ങനെ ഓരോന്ന് ആരും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം അപ്പുറത്ത് നമ്മുടെ ഹൗസ് മേറ്റ്സ് പൊട്ടാൻ തുടങ്ങുകയാണ് ഇവിടെ, എന്തുകൊണ്ട് എല്ലാത്തിനും അവർ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ബിഗ് ബോസ് അച്ഛനോട് വിളിച്ച് പറയണേ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ പോയി തീരുമാനിക്കൂ എന്ന് പറയാം. കാരണം ഇവിടെ പൊട്ടണത് കാണുകയാണ് ബിഗ് ബോസ്. അപ്പോൾ ഒന്നുകൂടെ പൊട്ടിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കാണ്. അവിടെ പോയിട്ട് പിന്നെ അഭിലാഷ് പറയുന്നുണ്ട് അടിക്കേ നീ മൊട്ടടിക്കേ, നീയല്ലേ എന്തിനും ധൈര്യമുണ്ട് എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നത്, എന്തിന് ചെയ്യാതിരിക്കണം മൊട്ടടിക്കും. അത് അക്ബർ അപ്പനീശ്വരത്തൊക്കെ ഒരുപാട് വന്ന് പറയുന്നുണ്ട് നീ അടിക്കേ, നമ്മളൊരു ആക്ടറാണ്, ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യണം. ആ ഒരു പിന്നെ നീ ഇപ്പം മൊട്ട അടിച്ചത് നീ ഇവിടെ ഹീറോ ആണ്, കാരണം ജിസേലിനെ മൊട്ട അടിക്കാൻ പറ്റും, അത് നീ ഏറ്റെടുക്കുകയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര്യന് അതിന് ഓരോന്നിനും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഇടയിൽ പോയിട്ട് നമ്മുടെ അക്ബർ ഇങ്ങനെ തട്ടിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയണ്ട. അപ്പോഴത്തേനും ആര്യം തിന്നിട്ട് എന്തിനെന്നെ അടിച്ചു എന്നായി. ശരിക്കും അടിച്ചതല്ല, ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞതാണ്. അപ്പം തന്നെ അക്ബറിന് ദേഷ്യം വന്നു, ഇങ്ങനെ ഒന്ന് തട്ടുമ്പോഴത്തേനും അടിച്ചു എന്ന് പറയണവനെയൊക്കെ ഞാൻ എന്തിനും സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് അങ്ങനെ ഒരു മൂലൊക്കെ പോയി നിന്നു. പിന്നെ അഭിലാഷ് പറഞ്ഞിട്ട് മൊട്ടടിക്കണം അങ്ങനെ ദേഷ്യം, അങ്ങനെ ഒരു നല്ലൊരു വഴക്ക് അവിടെ ഉണ്ടായി. ഒരുപാട് പ്രഷർ വന്നപ്പോൾ ആര്യൻ കളിച്ച കളി എന്താണെന്ന് വെച്ചാൽ എന്നാൽ ശരി ഓക്കെ ഞാൻ ഈ 1000 പോയിന്റ് നിങ്ങൾക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട അടിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കില്ല, എൻ്റെ ഫുഡ് നിങ്ങൾ കഴിച്ചോ, ഈ മുട്ട അടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, ഞാൻ മുട്ട അടിക്കാം, പക്ഷേ ഈ സീസൺ കഴിയണ വരെ എന്നെ ഒരാളും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. മിഡ് വീക്ക് എവിക്ഷനിൽ ഞാൻ പോവുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ നിങ്ങളായിട്ട് എന്നെ എവിക്റ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുട്ട അടിക്കാൻ പറഞ്ഞു. ആരും സമ്മതിച്ചില്ല, നീ മുട്ട അടിക്കണ്ട, ഞങ്ങൾക്ക് പോയിന്റ് വേണ്ട എന്നുള്ള രീതിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് അനീഷ് അപ്പം വായി തുറന്നു. എത്ര നേരം ബിഗ് ബോസ് പറഞ്ഞു 3 പേരും കൂടെ ആലോചിച്ച് തീരുമാനിക്കും. അപ്പോൾ ഇത് വായിച്ചിട്ട് അനീഷ് വായി അടച്ചതല്ലാണ്ട് തുറന്നിട്ടില്ല. ഇത് തീർന്നപ്പോഴാണ് അനീഷ് വായി തുറന്ന് നമ്മുടെ ഹൗസിലേക്ക് തിരിച്ചു വന്നപ്പോൾ അനീഷ് പറയുന്നത് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ സമയം മുതൽ, ഇപ്പോൾ മുതൽ, അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്, അതുകൊണ്ടാണ്. അപ്പോഴത്തേനും അക്ബറും മറ്റേ ശരത്തൊക്കെ ഇങ്ങോട്ട് ഇതാക്കാൻ പോയി, നീ ഇനി വായി തുറക്കരുത്, ഇനി ബിഗ് ബോസ് അത്രയും വിളിച്ച് പറഞ്ഞു ടാസ്ക് തുടങ്ങിയിട്ടില്ല തീരുമാനിക്കാൻ, അപ്പോഴൊന്നും നിനക്ക് വായി തുറക്കാൻ പറ്റില്ലല്ലോ, ഇപ്പം നീ എന്തിനാ വായി തുറക്കണത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഇത് വയലൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അക്ബർ എടുത്ത് മറ്റേ പില്ലോ ഒക്കെ എടുത്ത് അനീഷിൻ്റെ മേത്തേക്ക് എറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ആവരുത്, ഇതൊരു ടാസ്ക് മാത്രമാണ്, ആ രീതിയിലൊന്നും ആവരുത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് അക്ബർ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തല്ലിയതല്ല, തൊട്ടുള്ളൂ അതിന് തല്ലി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി എന്നുള്ള രീതി പറഞ്ഞു. അപ്പുറത്ത് ആദില, നൂറ, സരികയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് എല്ലാവരും ഈ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഇവരിനെ മാത്രം എന്തുകൊണ്ട് സെലക്ട് ചെയ്യണം, അപ്പം നമുക്കൊന്നും ഗെയിം കളിക്കണ്ടേ, ഇവർ ടാസ്ക് ചെയ്യേണ്ടത് ശരിയാണ് പക്ഷെ ഇവർക്ക് ബുദ്ധിയില്ല എന്നുള്ള രീതിയിൽ അവരവിടെ സംസാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ അനുമോളും ആര്യനും തമ്മിലുള്ള കുറച്ച് കിച്ചൺ ഫൺ ഒക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അനുമോള് ആര്യനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നീ മുട്ട അടിച്ചില്ല എന്നുള്ള. അപ്പം ആര്യം പറയുന്നുണ്ട് കുറച്ചുകൂടെ പോയിന്റ് ഒക്കെ തരികയാണെങ്കിൽ ഓക്കെ ഞാൻ മുട്ട അടിച്ചേനെ, അപ്പം നീ അച്ഛനെ പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കയ്യിൽ വെച്ചിട്ട് ആര്യനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ ദോശയ്ക്ക് കലക്കണമെന്ന് തോന്നുന്നു ഗോതമ്പ് ദോശയ്ക്ക്, അതേ കയ്യിൽ കൊണ്ട് തന്നെ വന്നിട്ട് ഈ മാവിലിട്ടും കലക്കുന്നുണ്ട്. ഇതാണ് ക്ലീനിങ്, അനുമോൾക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീന് കാണിക്കുന്നത് അപ്പം ഈ തക്കാളി അരിയൻ അപ്പം ഈ അരിയണയുടെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിവീൻ ഇപ്പുറത്ത് കൂടെ വരുന്നുണ്ട്. നിവീന് കുറച്ച് ജെൽസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഓവർ ആക്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിന്നെയൊക്കെ ആരാ സിനിമയിലും സീരിയലൊക്കെ ഇത്രയും ഓവർ ആക്ട് ചെയ്യുന്ന ഒരു നടിനെ വേറെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നിവീൻ പറയുന്നുണ്ട്. ഒരു ഫണ്ണി ടോക്ക് അങ്ങനെ പോയി. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ
രേണുസുതി, നിവിൻ, അഭിലാഷ് ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. കാരണം രേണുസുതിൻ്റെ രണ്ടാമത്തെ മോന് ഋതപ്പൻ്റെ ബർത്ത്ഡേ ആണ്, അവന് വിഷ് ചെയ്യണതാണ് കാണിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓണിയലും അഭിലാഷും കൂടെ സംസാരിക്കുന്നതാണ്. ഇന്ന് ആര്യൻ എക്സ്പോസ്ഡ് ആയി, ഇതുപോലെ കുറച്ച് പേരും കൂടെ ഇവിടെ എക്സ്പോസ്ഡ് ആവാനുണ്ട്, നമ്മുടെ അപ്പാനി ശരത്തിനെയൊക്കെ എക്സ്പോസ്ഡ് ആക്കണം എന്നുള്ള രീതിയിലൊക്കെ അവർ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓനിയൽ ടേബിളിൽ ഫുഡ് കഴിക്കണ സമയത്ത് ഇരുന്ന് പറയാണ്, ഇന്ന് ആര്യൻ അവിടെ എന്താ കാണിച്ചത്, ഹിന്ദി മൂവി ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്, എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു അവിടെ കാണിച്ചത്, അവനൊരു കിഡാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം. എന്തൊക്കെയാണ് പറഞ്ഞത്, ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ജിസേലിന് ഒരു പെണ്ണാണ് ഡ്രസ്സ് ഇടാൻ, അത് നിങ്ങൾ സമ്മതിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ആര്യൻ സംസാരിച്ചിട്ട് അത് പറഞ്ഞു. അടുത്തത് ആദില, നൂറ, ബിന്നി ഇരുന്ന് പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, അപ്പോൾ ഈ ആഴ്ച പണിപ്പുര ടാസ്ക് ഇല്ല, അപ്പം എല്ലാം തീർന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, അനീഷ് ചെയ്തത് ശരിയാണ്, കാരണം അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈ സമയം മുതൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അനീഷ് അങ്ങനെ പ്രതികരിച്ചത്, അത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ശരിയാണ്, പുള്ളി മൈൻഡ് ഗെയിമറാണ്, നന്നായി തന്നെ കളിക്കുന്നുണ്ട്. ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടും ഒരു ഇതിനു വേണ്ടിയിട്ടും ആര്യനെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ, ഇല്ല, അതും ആര്യനെ കൊണ്ട് സാധിക്കില്ല ഈ സീസൺ കഴിയുന്നത് വരെ എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്ത് കാണിക്കുന്നത് ശരത്ത് ആര്യനോട് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ മുട്ട അടിച്ചിരുന്നെങ്കിൽ നീ ഒരു വീരനായാലേ എന്നൊക്കെ പറയണം. അപ്പോൾ ആര്യൻ തിരിച്ച് ശരത്തിനോട് പറയണ, 700 പോയിന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ നിങ്ങളും ഒരു വീരനായനെ, അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്ത്, രണ്ടും ഒരു ഭാഗത്താണ് നിൽക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി വിടുന്നുണ്ട് നമ്മുടെ ആര്യനെ, ശരത്തിനെ. അതുപോലെ തന്നെ അക്ബറും ആര്യനും ജിസേലും കൂടെ സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ പറയുന്നു, ആര്യൻ പറഞ്ഞു വീരനാവും അതാവും എന്നൊക്കെ. അപ്പം എല്ലാവരും അത് ചെയ്തില്ലല്ലോ, അത് ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂ ആവാൻ വേണ്ടി തന്നെയാണ്, ഇങ്ങനെ വലിയൊരു ഇഷ്യൂ ആവണം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് എനിക്ക് മുട്ടടിക്കാൻ ഇതുണ്ടായിട്ടില്ല എന്നുള്ള. അപ്പം അക്ബർ പറയുന്നുണ്ട്, അത് നിന്റെ കയ്യിൽ നിന്ന് പോയ സാധനമാണ്, കയ്യിൽ നിന്ന് പോയതിനെ ഇനി നീ അത് മാസാക്കി പറഞ്ഞ് ഒരുപാട് ഇതാക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.